ഡിവോട്ടി പ്രഭുപാദ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് പ്രഭുപാദിന് ഏകദേശം 5000-ഓളം ഭിക്ഷയെടുത്ത ഭക്തന്മാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പം അവരുടെ എല്ലാം ഒരു വീഡിയോ റെക്കോർഡിങ്, അത് പ്രഭുപാദിൻ്റെ മെമ്മറീസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ റെക്കോർഡിങ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അദ്ദേഹം 1990 തുടങ്ങിയ പ്രോജക്റ്റാണ്. ഏകദേശം 30-34 വർഷമായിട്ട് അദ്ദേഹം അത് ചെയ്യുകയാണ്. അത് തീർന്നില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഏതെങ്കിലും മുതിർന്ന ശിഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് പ്രഭുപാദിൻ്റെ മെമ്മറീസ് അദ്ദേഹം എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യും. പിന്നെ അദ്ദേഹം അത് ബുക്കായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തെടുത്തത്. സിദ്ധാന്തദാസ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 1969 ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. 1 വർഷത്തിന് ശേഷം അദ്ദേഹം ശീല പ്രഭുപാദിന് ദീക്ഷ എടുത്തു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ബുക്കിൻ്റെ പ്രിഫേസിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ സർവീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നുള്ള കാര്യം പറയുന്നത്. അദ്ദേഹം ശീല പ്രഭുപാദിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ 70-ലാണ് കണ്ടത്. 70-ൽ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ശീല പ്രഭുപാദ് ഇൻഫ്ലുവൻസ് ചെയ്തു. പ്രഭുപാദ് തന്നെ നോക്കുമ്പോൾ തന്നെ അത് തൻ്റെ കണ്ണിലൂടെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന രീതിയിലാണ് തന്നെ നോക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുകൊണ്ട് ഈ സർവീസ് തുടങ്ങാനുള്ളൊരു കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആദ്യകാലത്തൊരു ബ്രഹ്മചാരി ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ബുക്സുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അദ്ദേഹത്തിനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബെഗ് ചെയ്ത് നടക്കുന്നത്? നിങ്ങൾക്ക് ആരോഗ്യമുള്ള വ്യക്തികളല്ലേ, നിങ്ങളിങ്ങനെ ബുക്ക് കൊടുത്ത് അതിൻ്റെ പൈസ അല്ലെങ്കിൽ ഡൊണേഷൻ ചോദിച്ച് എന്തിനാണ് നടക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്തു എന്തെങ്കിലും അധ്വാനിച്ചൂടെ എന്നിങ്ങനെ ആൾക്കാർ ചോദിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് എങ്ങനെ ഉത്തരം പറയണമെന്നും അറിയില്ല. അദ്ദേഹത്തിന് മോറലി അത് ഹർട്ടായി, താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ സംശയം തോന്നി. അപ്പോൾ ഒരു മോർണിംഗ് വാക്കിൽ ശീല പ്രഭുപാദിൻ്റെ അടുത്ത് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു. ഇങ്ങനെ എല്ലാവരും പറയുന്നു നിങ്ങൾ ജോലി ചെയ്ത് ജീവിച്ചാൽ പോലെ, എന്തിനാണ് ഇങ്ങനെ വെളിയിലിറങ്ങി യാചിക്കുന്നത് എന്നിങ്ങനെ ഉള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞത്, ഒരു വലിയ ധനവാനായൊരു വ്യക്തിയുടെ മകൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം മറ്റെല്ലാവരെയും എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ജോലി ചെയ്യാതിരിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിനെ എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രഭുപാദ് ഒരു മോർണിംഗ് വാക്കിൽ ഒരു പാർക്കിലൂടെ നടക്കുമായിരുന്നു. നല്ല വിശാലമായ പാർക്കായിരുന്നു, എല്ലാ പുൽത്തകിടികളും എല്ലാം ഉള്ളൊരു പാർക്കായിരുന്നു. അപ്പോൾ അതിലൂടെ നടന്നപ്പോൾ പ്രഭുപാദ് ചോദിച്ചു, ഈ ഒരു പാർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ അവർ എത്രമാത്രം അധ്വാനം എടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഈ പാർക്ക് യൂസ് ചെയ്യാനായിട്ട് ആരുമില്ല, എല്ലാവരും അവർക്ക് അവിടെ നിൽക്കാനോ ഒന്നിനും സമയമില്ല, എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രഭുപാദ് പറഞ്ഞു, എല്ലാവരും പ്രവർത്തിക്കുന്നത് അവരുടെ ഇൻക്ലിനേഷൻ അനുസരിച്ചാണ്, അവരുടെ ഉള്ളിൽ നിന്നുള്ള ഇത് വെച്ചാണ്. അപ്പം ചിലർ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നത് അത് അവരുടെ ഇൻക്ലിനേഷൻ അനുസരിച്ചാണ്, മറ്റ് സെർവ് ചെയ്യുന്നത് ഇൻക്ലിനേഷൻ. അപ്പം നമ്മൾ ഈശ്വരൻ്റെ മക്കളാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ വ്യക്തി ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനമാണ് കൊടുക്കുന്നത്. നമ്മളും എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ കാര്യമല്ല ചെയ്യുന്നത്. ബുക്ക് വിതരണമായാലും ഡൊണേഷൻ കളക്ട് ചെയ്യുന്നതായാലും നമ്മൾ ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യം. നമ്മളും ഇത് നമ്മുടെ ഇൻക്ലിനേഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മളും മനസ്സിലാക്കി നമ്മൾ ഈശ്വരൻ്റെ മക്കളാണ് എന്ന് പൂർണ്ണമായിട്ട് റിയലൈസ് ചെയ്തിട്ട് ഈശ്വരൻ്റെ സേവനത്തിലാണ് നമ്മൾ ഇടപഴകുന്നത്. അപ്പം ഇതിനകത്ത് ഒരിക്കലും അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ശീല പ്രഭുപാദ് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള സർവീസാണ് അല്ലെങ്കിൽ ഒക്കുപ്പേഷനാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ സംശയങ്ങളും ആ സമയത്ത് മാറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു 5 മിനിറ്റ് ശീല പ്രഭുപാദുമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. ഈ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു വലിയൊരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇത്ര 5000-ഓളം ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ശീല പ്രഭുപാദുമായിട്ട് ഉള്ള ഇടപഴകൽ എത്രമാത്രം അവരുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് മാത്രമല്ല ഈ ഒരു അറിവ് പ്രയോജനപ്പെട്ട എല്ലാവർക്കും, അതേപോലെ എല്ലാവരുടെയും കയ്യിലുള്ള അറിവ് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം വീഡിയോ റെക്കോർഡ് ചെയ്തത്.
അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ 5000 ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല പല സ്ഥലത്താണുള്ളത്. അപ്പോൾ അവരെ ഓരോരുത്തരെ തേടി പിടിച്ച് അവരുടെ സമയം കണ്ടെത്തി ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പിന്നെ അതെല്ലാം ബുക്കാക്കി എഡിറ്റ് ചെയ്ത് ബുക്കാക്കി അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ 30-34 വർഷമായിട്ടുള്ള ഈ സർവീസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ 3 വോള്യൂം ബുക്കുണ്ട്, ഇനി അത് വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ശീല പ്രഭുപാദിനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ആ മനോഭാവം നമുക്ക് ഈ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.